ഹായ് ഓൾ, വെൽക്കം ടു KS ഓൺ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഡിഗ്രി പ്രിലിംസിൻ്റെ ഫേസ് 1-ൻ്റെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആവറേജ് ഓഫ് 6 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ഈസ് 25. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് ഓഫ് ദീസ് നമ്പർ? അടുത്തടുത്തുള്ള 6 ഈവൻ നമ്പേഴ്സിൻ്റെ ആവറേജ് 25 ആണെന്ന് അല്ലേ? അപ്പോൾ നമ്മളിത് ഓൾറെഡി നേരത്തെ പ്രീവിയസ് ക്വസ്റ്റ്യനിലും ഒക്കെ നമ്മളിത് ചെയ്തു. അതേപോലെ ആവറേജിന്റെ ടോപ്പിക്കിലും നമ്മളിത് പഠിച്ചതാണ് അല്ലേ? അപ്പോൾ എന്താ 6 ഈവൻ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡിൽ നമ്മൾ പറഞ്ഞായിരുന്നു എന്താ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്, ഇതിൻ്റെയൊക്കെ ആവറേജ് എന്നാൽ മിഡിൽ ടേം ആയിരിക്കും അല്ലേ? ഇനി ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണെന്നുണ്ടെങ്കിൽ മിഡിൽ ടേംസിന്റെ ആവറേജ് അല്ലെങ്കിൽ മിഡിലുള്ള രണ്ട് ടേംസിന്റെ ഇടയ്ക്കുള്ള വാല്യൂ ഏതാണെന്ന് നോക്കുക. അതായത് ഇപ്പൊ ഇവിടെ 6 നമ്പേഴ്സ് ഉണ്ട്. ആ 6 നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 25 ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് ഈ 3-നും 4-നും ഇടയിലുള്ള വാല്യൂ ആയിരിക്കും 25. അപ്പൊ 24-ന് പുറകിലോട്ടുള്ള 25 ഈവൻ നമ്പർ എല്ലാം നമുക്കറിയാമല്ലോ. 25-ന് പുറകിലോട്ടുള്ളതും മുന്നിലോട്ടുള്ള ഈവൻ നമ്പേഴ്സ് എഴുതിയാൽ പോരെ. 24-ന്റെ പുറകിൽ നമുക്ക് പറയാം 24. തേർഡ് നമ്പർ 24 ആയിരിക്കും. ഫോർത്ത് നമ്പർ 26 ആയിരിക്കും അല്ലെ? then ഇത് 22, ഇത് 20 and this is 28, then 30 അല്ലെ? The difference between largest and smallest number 30-യും 20-യും ഡിഫറൻസ് 30 minus 20 10 ആയിരിക്കും അല്ലെ? ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ഡിഫറൻസ് ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് കുറച്ചും വേണമെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയും ചെയ്യാം. ഇപ്പൊ നമ്മൾ എക്സ് ആണെന്ന് എടുത്താൽ നമുക്കറിയാം അടുത്തത് x+2 ആണെന്ന് അല്ലെ? അടുത്തത് എന്താ x+4, അടുത്തത് x+6 അല്ലെ? അടുത്തത് x+8, അടുത്തത് x+10 ആണല്ലോ. രണ്ട് കുട്ടി പോവുക. അപ്പൊ ലാസ്റ്റ് നമ്പർ ഇതാണ് ലാർജസ്റ്റ് നമ്പർ, ഇതാണ് സ്മോളസ്റ്റ് നമ്പർ. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 10. x+10 മൈനസ് എക്സ് അല്ലെ? അതായത് എക്സ് കഴിഞ്ഞ് 5 നമ്പേഴ്സും കൂടെ ഉണ്ട് അല്ലെ? അപ്പൊ അതെന്ന് പറഞ്ഞാൽ 10 ആയിരിക്കും നമ്മൾ കൂട്ടുന്നത്. അല്ലെങ്കിൽ ഈ ഡിഫറൻസ് 10 ആണ്. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു രീതി പഠിച്ചിട്ടുണ്ട്. നിങ്ങളിത് ആദ്യമായിട്ട് കേൾക്കുന്നെങ്കിൽ നമ്മുടെ ആവറേജിന്റെ ടോപ്പിക് നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറി ആവറേജ് എന്നുള്ള ടോപ്പിക് മാത്സിന്റെ ടോപ്പിക് കേട്ട് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a watch which is set correct at 5 AM gains 2 minutes in every 30 minutes. What is the actual time when the watch showed 10:20 AM on the same day? എങ്ങനെ ചെയ്യാം ഈ ക്വസ്റ്റ്യൻ? ഒരു വാച്ച് കറക്റ്റ് ആയിട്ട് എന്താണ് 5 AM സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അതായത് ഈ ഒരു വാച്ചിന്റെ പ്രത്യേകതയാണ് ഇത് ഗെയിൻസ് 2 minutes in every 30 minutes. ഓരോ 30 മിനിറ്റിലും 2 മിനിറ്റ് വെച്ച് ഗെയിൻ ചെയ്യും. മനസ്സിലായി? അതായത് ഇപ്പോൾ 5 AM സെറ്റ് ചെയ്ത് തോന്നുന്നു 5:30 ആകുമ്പോൾ അത് കാണിക്കുന്നത് 2 മിനിറ്റ് കൂടി ആയിരിക്കും കാണിക്കുന്നത്. അരമണിക്കൂർ കഴിയുമ്പോൾ എന്തുവരും 5:32 ആയിട്ടായിരിക്കും ടൈം വരുന്നത്. ഇനി 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് 4 മിനിറ്റ് കൂടിയായിരിക്കും വരുന്നത്. അങ്ങനെ കൂട്ടിയാണ് ഈ ഒരു ക്ലോക്കിൽ, അതായത് ഇത് നമ്മൾ 5 AM കറക്റ്റ് വെച്ചു. ആ ക്ലോക്കിനൊരു കുഴപ്പമുണ്ട്. അതെന്താണ്? 30 മിനിറ്റ്സിൽ 2 മിനിറ്റ് വെച്ച് ഗെയിൻ ആകും, അല്ലെങ്കിൽ മുന്നോട്ടാണ് അത് പോകുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ വാട്ട് വാസ് ദ ആക്ച്വൽ ടൈം വെൻ ദ വാച്ച് ഷോ 10:20 AM ഓൺ ദ സെയിം ഡേ? 10:20 എന്ന് വാച്ചിൽ, അതായത് വാച്ചിൽ 10:20 എന്ന് കാണിക്കുമ്പോഴുള്ള ആക്ച്വൽ ടൈം ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയായത്? ആ 5 AM സെറ്റ് ചെയ്തു അല്ലെ? 5 തൊട്ട് 10:20 വരെ എത്ര മിനിറ്റ്സ് ഉണ്ടെന്ന് നോക്കുക. അതായത് 30 മിനിറ്റ്സ് കഴിയുമ്പോൾ 2 മിനിറ്റ് വെച്ച് ഗെയിൻ ചെയ്യും. അങ്ങനെ ഇത് എത്ര മിനിറ്റ്സ് ഉണ്ടോ അപ്പൊ അത്രയും ഗെയിൻ ആകും എന്നല്ലേ അർത്ഥം. അപ്പം 5 to 10:20 എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂറുണ്ട്? 5 to 10 എന്ന് പറഞ്ഞാൽ 5 hours 20 minutes അല്ലെ? ഇനി ഈ അവറിനെയും കൂടെ നമ്മൾ മിനിറ്റിലോട്ട് ആക്കിയാൽ 1 hour 60 minutes, ദാറ്റ് ഈസ് 5 into 60 അല്ലെ? ദാറ്റ് ഈസ് 300 minutes പ്ലസ് ഈ 20 മിനിറ്റും കൂടെ ചേർത്ത് നമുക്ക് പറയാം 320 minutes ഉണ്ട്. 5 തൊട്ട് 10:20 വരെ 320 minutes. അപ്പൊ 30 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റിന്റെ ഗെയിൻ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ 320 minutes കൊണ്ട് എത്ര മിനിറ്റിന്റെ ഗെയിൻ ആണ് ഉണ്ടാവുന്നത്? കണ്ടുപിടിച്ചേ. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2/30 അല്ലെ? സോ 2/30 into 320. സോൾവ് ചെയ്ത് 0 കട്ട് ചെയ്യാം. ദെൻ എന്ത് വരും? 64/3 എന്ന് വരും അല്ലെ? അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്, ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 21 സംതിങ് എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ അപ്രോക്സിമേറ്റ് ആയിട്ട് 21, അതായത് 10:20 എന്ന് കാണിക്കുമ്പം എത്ര ഗെയിൻ വരും? 21 ഗെയിൻ വരും അല്ലെ? അതായത് അപ്പൊ നമ്മൾ എന്താണ് കുറയ്ക്കണം. അതായത് നമ്മളിപ്പോ ഇത് കാണിക്കുക, ഇപ്പൊ നമ്മളോട് പറയുവാണ് 10 മണിയാകുമ്പം
എത്ര ഗെയിൻ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ആ ഒരു സമയം വരെ എത്ര ഗെയിൻ വരുമോ അത് നമ്മൾ പ്ലസ് ചെയ്യും അല്ലെ. അപ്പം ഏതോ ഒരു സമയം ഉണ്ടായിരുന്നു അല്ലെ, ഒരു ആക്ച്വൽ സമയമുണ്ട്. ആ ആക്ച്വൽ സമയത്തിന്റെ കൂടെ 21 കൂട്ടുമ്പോഴാണ് ഈ ഒരു 1020 എന്ന് വരുന്നത് അല്ലെ. അതായത് നമ്മൾ 21 കുറച്ച് നോക്കുക. അതായത് അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്കിപ്പോ ഇവിടെ വാല്യൂസ് നമ്മൾ എടുക്കുമ്പോൾ 21 എടുക്കുമ്പോൾ നമുക്ക് വാല്യൂ ഇല്ല, 10 എന്നുള്ളതാണ് അല്ലെ. 21 59 എന്നുള്ള രീതി വരും. 959 എന്നാണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് 10 AM. ക്ലിയർ ആണോ? ഇത് മൈനസ് ചെയ്താൽ നമുക്കൊരു 9 എന്തോരും 59 അല്ലെ എന്നാണ് എന്റെ അർത്ഥത്തിലാണ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ മതി, 10 AM എന്ന് ചെയ്താൽ, അതായത് 20 മിനിറ്റിന് 20 അപ്രോക്സിമേറ്റ്ലി ഒരു 20 കുറയ്ക്കുന്നു. ക്ലിയർ ആണോ? അപ്പൊ 10 AM ആണ് ആൻസർ വരുന്നത്. ഓക്കെ, next question. 40 friends at a marriage party shook hands with each other only once. Find the number of shake hands. ഒരു മാരേജ് ഫംഗ്ഷനിൽ 40 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവര് തമ്മിൽ ഓരോ തവണ, അതായത് രണ്ടുപേര് തമ്മിൽ ഒറ്റ തവണ വെച്ച് അങ്ങനെ എല്ലാവരും തമ്മിൽ ഷേക്ക് ഹാൻഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എത്ര ഷേക്ക് ഹാൻഡ്സ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ അതിനൊരു ചെറിയൊരു എക്സാമ്പിൾ വെച്ച് പറയാം. എന്നിട്ട് അപ്പൊ നമുക്ക് വലുത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 1 2 3 4 5 5 പേരുണ്ടെന്ന് വിചാരിക്കാം. ഈ 5 പേരും തമ്മിൽ ഷേക്ക് ഹാൻഡ് ചെയ്തു അല്ലെ. നോക്ക്, ഈ ആളെ എടുത്താൽ, ഈ അഞ്ചാമത്തെ ആളെ എടുത്താൽ, ഈ അഞ്ചാമത്തെ ആൾ ആർക്കൊക്കെ കൊടുക്കും? ഈ 4 പേർക്കും കൊടുക്കും അല്ലെ. 5 ഈ 4ന് കൊടുക്കും, ഈ മൂന്നാമത്തെ ആൾക്ക് കൊടുക്കും, 5 ഈ രണ്ടാമത്തെ ആൾക്ക് കൊടുക്കും, 5 ഈ ഒന്നാമത്തെ ആൾ കൊടുക്കും. അതായത് 4 തവണ ചെയ്തു ഈ 5 അല്ലെ. പ്ലസ് ഇനി ഈ 4 എത്ര? ഇത് ഈ 4 5ന് കൊടുക്കാമെന്ന് നമ്മൾ നേരത്തെ ഈ 5ന്റെ കൂട്ടുക. അപ്പൊ ഇനി ഇങ്ങോട്ട് കൂട്ടിയാൽ മതി. 4 ആർക്കൊക്കെ കൊടുക്കും? 3ന് കൊടുക്കും, 2ന് കൊടുക്കും, 1 കൊടുക്കും അല്ലെ. അതായത് 3 പേർക്ക് കൊടുക്കും. ക്ലിയർ ആണോ? ഇനി ഈ 3 എത്ര പേർക്ക് കൊടുക്കും? 2നും കൊടുക്കും, 1നും കൊടുക്കും അല്ലെ. +2. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഈ 2 ആർക്കൊക്കെ കൊടുക്കും? ഈ 1ന് കൊടുക്കും. ക്ലിയർ ആണോ? അതായത് 1 + 2 + 3 + 4 ആണ്. അതായത് 5 പേരുണ്ടെങ്കിൽ 1 + 2 + 3 + 4 ഇത്രയും കൂടെ കൂട്ടുന്ന അത്രയും ഷേക്ക് ഹാൻഡ്സ് ആയിരിക്കും കൊടുത്തേക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതിനെ നമുക്ക് ഇതിനെ എങ്ങനെ പറയാം? സം ഓഫ് n ഈവൻ നമ്പേഴ്സ് അല്ലെ. ഈവൻ അല്ല, സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ ഇക്വേഷൻ എന്താ? സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് എന്താ ഇക്വേഷൻ? n × n + 1/2 അല്ലെ. അതായത് 4 × 5/2. ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പം 5 ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ എഴുതിയേക്കുന്നത് 4 × 5 അല്ലെങ്കിൽ 5 × 4/2 വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മൾക്ക് ഇതിപ്പോ ഒരു ചെറിയ വാല്യൂ, അതായത് 40 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ 1 + 2 + 3 + etc 40 എന്നല്ലേ വരുന്നത്. ക്ലിയർ ആണോ? 40 അല്ല, 40 വരത്തില്ലല്ലോ, ഒരെണ്ണം കുറഞ്ഞല്ലേ വരുന്നത്, 39 അല്ലെ. 1 തൊട്ട് 39 വരെ ആഡ് ചെയ്യുന്നതല്ലേ 40 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ. അപ്പൊ അതെങ്ങനെ നമ്മൾ ചെയ്യുന്നത്? n × n + 1 അല്ലെ. 39 × n + 1 40/2. ക്ലിയർ ആണോ? അപ്പൊ അങ്ങനെ ചെയ്താൽ മതി. ആൻസർ എന്ത് വരും? എന്താണ് ആൻസർ? നമുക്ക് 39 കട്ട് ചെയ്യുക, 39 × 20 780 എന്ന് ആൻസർ വരും. ക്ലിയർ ആണോ? അപ്പം ഒരു ഇക്വേഷൻ പോലെ വേണമെങ്കിൽ നമുക്ക് പഠിച്ചു വെച്ചേക്കാം. എന്താ ഇക്വേഷൻ പോലെ പഠിക്കുവാണെങ്കിൽ നമുക്ക് ഇത് 40 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, n × n - 1/2. ഇതിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞതാണ് 40 ഫ്രണ്ട്സ് ഉണ്ട്, എത്ര പേരുണ്ടോ ആ വാല്യൂ. അതായത് ഒന്നുമില്ല, ഇവിടെ നമ്മൾ 40 എന്ന് എഴുതി, ഇത് ഈ ഒരു രീതിയിൽ ഇക്വേഷൻ എഴുതിയപ്പോൾ n × n + 1/2 എന്ന് എഴുതി. ഇതൊരു ഈ രീതി പറയുവാണെങ്കിൽ, അതായത് 40 ഫ്രണ്ട്സ് ഉണ്ട്, അവർ തമ്മിൽ ഷേക്ക് ഹാൻഡ് കൊടുത്താൽ എത്ര എണ്ണം വരുമെന്ന് വെച്ചാൽ ആ 40 × 39/2. ഓക്കെ. അല്ല, ഈ ഒരു കൺസെപ്റ്റിൽ എഴുതുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. എന്താ 1 തൊട്ട്, അല്ലെങ്കിൽ 40 ഫ്രണ്ട്സ് ഉണ്ട്, ആ 40ാമത്തെ ആള് ബാക്കി 39 പേർക്കും കൊടുക്കും അല്ലെ. അങ്ങനെ 39 38 അങ്ങനെ 1 വരെ ഉണ്ട്. അതിന്റെ സം എടുക്കാന്ന് വെച്ചാൽ സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? n × n + 1/2 ആണ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് റേഷ്യോയിലെ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 numbers are in the ratio 3:5 അല്ലെ. 3x ആണ്, 5x ആണെന്ന് പറയാം. ഇഫ് ഈച്ച് നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 10 വെച്ച് ഇൻക്രീസ് ചെയ്താൽ പുതിയ നമ്പർ നമുക്ക് എന്താ കിട്ടുന്നത്? റേഷ്യോ എന്താണ്? 5/7 ആണ്. ഇത് സോൾവ് ചെയ്താൽ പോരായോ? 21x + 70 = 25x + 50. x എല്ലാം കൂടെ ഒരു സൈഡിൽ എടുത്താൽ 25x - 21x will be equal to 70 - 50. That is 4x = 20, x = 20/4 5
അല്ലെ? എക്സിന്റെ വാല്യൂ 5 കിട്ടി. നമ്പേഴ്സ് ഏതൊക്കെയാണ്? 3x ഉം 5x ഉം 15 ഉം 25 ഉം. ക്ലിയർ ആണോ? ഇനി ഇത് നമ്മളൊരു ഷോർട്ട് കട്ട് മെത്തേഡിൽ നമ്മൾ റേഷ്യോ പ്രൊപ്പോർഷൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു തന്നായിരുന്നു. അത് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇപ്പൊ എങ്ങനെയായിരുന്നു അത് ചെയ്യുന്നത്? രണ്ട് റേഷ്യോ 3:5 തന്നിട്ട് ഒരേപോലെ ചേഞ്ച് വന്നിട്ട് അടുത്ത റേഷ്യോ തന്നാൽ എന്ത് ചെയ്യണം? ആദ്യം ഈ റേഷ്യോയുടെ ഡിഫറൻസ് എടുത്ത് നോക്കുക, അല്ലെ? സെയിം ആണ്. ദെൻ എന്താ? അതായത് ഇത് 3 യൂണിറ്റ് ആണ്, 5 യൂണിറ്റ് ആണെന്ന് അർത്ഥം. ഇത് 10 എന്ന് പറഞ്ഞൊരു ഇൻക്രീസ് വന്നപ്പോഴത്തേക്ക് എന്തായി? 5 7 ആയി, അല്ലെ? 3ഉം 5, അതായത് 2 യൂണിറ്റിന് ചേഞ്ച് വന്നു, അല്ലെ? ആ 2 ആണ് എന്തെന്ന് പറയുന്നത്? 10 എന്ന് പറയുന്നത്. എങ്കിൽ നമ്മുടെ നമ്പേഴ്സ്, അല്ലെ? 2 എങ്ങനെയാ 10 ആവുന്നത്? ഇൻറ്റു 5, അല്ലെ? സോ 3 ഇൻറ്റു 5 15, ദെൻ 5 ഇൻറ്റു 5 25, 15 ഉം 25 ആൻസർ. അപ്പൊ ഇത്രയും ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടൈം ആൻഡ് വർക്കിലെ ക്വസ്റ്റ്യൻ ആണ്. എ കോൺട്രാക്ടർ എംപ്ലോയ്ഡ് 210 men to complete a construction of work in 60 days. After 12 days, he added 70 more men. In how many days will the remaining work be finished? ഈ മോഡൽ നമ്മൾ ടൈം ആൻഡ് വർക്ക് പഠിപ്പിച്ചപ്പോൾ ചെയ്തേ, അല്ലെ? ഒരു കോൺട്രാക്ടർ 210 മെൻസിനെ വെച്ചാണ് ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തത്. എത്ര ദിവസം കൊണ്ട്? 60 ഡേയ്സ് കൊണ്ട് തീർക്കാവുന്ന രീതിയിലാണ്. അതായത് 210 മെൻസിന് 60 ഡേയ്സ് ചെയ്യാനുള്ള ഒരു ജോലിയുണ്ട്. ഓക്കെ, അത് ആഫ്റ്റർ 12 ഡേയ്സ്, അതായത് 12 ദിവസം കഴിഞ്ഞിട്ട്, അതായത് 12 ദിവസം ആരാ വർക്ക് ചെയ്തു? ഈ 210 ആൾക്കാർ 12 ദിവസം വർക്ക് ചെയ്തു, അല്ലെ? 12 ഡേയ്സ് ആര് വർക്ക് ചെയ്തു? ഈ 210 ആൾക്കാർ വർക്ക് ചെയ്തു. ഇനി ഇപ്പൊ എത്ര ദിവസം ഉണ്ട്? 60 ഡേയ്സിൽ നിന്ന് 12 ഡേയ്സ് പോയാൽ 48 ഡേയ്സ് ഉണ്ട്, അല്ലെ? ഇപ്പൊ അവിടെ 210 ആൾക്കാർക്ക് 48 ഡേയ്സ് ചെയ്യാനുള്ള ജോലി അവിടെ ഉണ്ട്, അല്ലെ? അപ്പൊ ആ 12 ഡേയ്സ് കഴിഞ്ഞപ്പോ അയാൾ എന്ത് ചെയ്തു? 70 മോർ മെന്നിനെയും കൂടെ ആഡ് ചെയ്തു. അതായത് 210ന്റെ കൂടെ 70യും കൂടെ ആഡ് ചെയ്താൽ 280 മെൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതേ ജോലി, അല്ലെ? അതായത് 210 മെന്നിന് 48 ഡേയ്സ് ചെയ്യാനുള്ള ജോലി ഇത്രയും ആൾക്കാരുടെ കൂടി 70 പേര് വന്ന് 280 ആൾക്കാരുണ്ടെങ്കിൽ എത്ര ദിവസം ചെയ്യും, അല്ലെ? ഇവിടെ എന്താ? എമ്മും ഡിയും തമ്മിലുള്ള ഇതാണ്, അല്ലെ? എന്താ നമുക്കറിയാം? M1 D1 ഈക്വൽ ടു M2 D2, അല്ലെ? M1 എത്ര? 210 into 48 equal to M2 എന്താ? 280 into D2. സോൾവ് ചെയ്താൽ പോരായോ? ക്ലിയർ ആണോ? ദാറ്റ് ഈസ് D2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 210 into 48 by 280. സോൾവ് ചെയ്തേ. 0 വെച്ച് കട്ട് ചെയ്യാം. 7 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 3 ആയി, ഇവിടെ 4 ആയി. 4 ഇവിടെ കട്ട് ചെയ്താൽ 12, അല്ലെ? ദാറ്റ് ഈസ് 3 into 12 36 days. ഓക്കെ ആണോ? ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ മാൻ സെൽ 2 horses for rupees 600 each, neither losing or gaining in the deal. If he sold one horse at a gain of 25%, then what is the percentage of loss at which the other horse is sold? ഒരാള് 2 ഹോഴ്സിനെ 600 റുപ്പീസ് ഈച്ച്, അതായത് ഓരോന്നിനും, അതായത് ഇതിന്റെ മലയാളം വേർഷൻ വായിക്കുമ്പം കുറച്ചൊരു ഈച്ച് എന്നൊരർത്ഥം അവിടെ ഇല്ലായിരുന്നു കേട്ടോ. കൺഫ്യൂഷൻ ആവും മലയാളം വേർഷൻ വായിച്ചാൽ. കഴിവതും നിങ്ങൾ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ തന്നെ വായിക്കുക. അതായത് മലയാളം വായിക്കുമ്പോൾ പല അർത്ഥങ്ങളും നമുക്കതൊന്ന് ക്ലിയർ ആവത്തില്ല. നിങ്ങൾ ഇംഗ്ലീഷ് വായിച്ചിട്ട് വേണം മലയാളം വായിക്കാനായിട്ട്. ഓക്കെ, എ മെൻ 2 ഹോഴ്സിന് 6000 വെച്ച്, അതായത് ഓരോന്നിനും 6000 വെച്ച് എന്ത് ചെയ്തു? വിറ്റു, അല്ലെ? അതായത് 2 ഹോഴ്സ് ഉണ്ട്, ഒരു ഹോഴ്സ് 2 ഹോഴ്സ്. ഈ ആദ്യത്തെ ഹോഴ്സിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്താ? 600 ആണ്, അല്ല 6000 ആണ്. ഒന്നാമത്തതിന്റെയും സെല്ലിംഗ് പ്രൈസ് എന്താണ്? 6000 ആണ്. മനസ്സിലായോ? ഓക്കെ, അങ്ങനെ ടോട്ടൽ നമുക്ക് എന്ത് പറയാം? 12,000 ആണെന്ന് പറയാം, അല്ലെ? രണ്ടിനും കൂടെ ചേർത്ത് 12,000 ആണ് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇയാൾക്ക് ലാഭം ഈ ഒരു 2 ഹോഴ്സിനെ വിറ്റ് കഴിയുമ്പോൾ അയാൾക്ക് ലാഭവുമില്ല നഷ്ടവുമില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? എത്ര വിലയ്ക്കാണോ മേടിച്ചത് അത്രയും വിലയ്ക്ക് തന്നെയാണ് വിൽക്കുന്നത്, അല്ലെ? അതായത് ഈ 2 ഹോഴ്സിനെ വിറ്റ വില 12,000 അല്ലേ? അപ്പൊ 2 ഹോഴ്സിന്റെയും കോസ്റ്റ് പ്രൈസ് എന്ത് തന്നെയായിരിക്കും? 12,000 തന്നെയായിരിക്കും. എന്നാലല്ല ലാഭമില്ല നഷ്ടമില്ല എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇയാൾ ഈ 2 എണ്ണത്തിനെ വിറ്റപ്പോൾ ഇയാൾക്ക് ഇത്രയും രൂപ കിട്ടി. അപ്പൊ ആ 2 എണ്ണത്തിനെ വിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ലാഭവും ഇല്ല നഷ്ടവും ഇല്ല എന്ന് പറഞ്ഞാൽ അതർത്ഥം കോസ്റ്റ് പ്രൈസ് എത്രയാണോ അത്രയും തന്നെയാണ് സെല്ലിംഗ് പ്രൈസ് എന്നല്ലേ? അപ്പൊ ഇതാണ് ഇയാളുടെ കോസ്റ്റ് പ്രൈസ്. ഇനി ഇഫ് യു സോൾഡ് 1 horse at a gain of 20, ഇത് ഒരേ വിലയാണെന്ന് പറഞ്ഞില്ല, ടോട്ടലേ സെയിം ആവുന്നുള്ളൂ കേട്ടോ.
if he sold one horse at a gain of 25%, അതായത് ആദ്യത്തെ ഹോഴ്സിനെ എന്താ 25% ഗെയിനിലാണ് വിൽക്കുന്നത്. then അങ്ങനെയാണെങ്കിൽ what is the percentage of loss at which the other horse is sold? അടുത്ത ഹോഴ്സിനെ എത്ര രൂപയ്ക്കായിരിക്കും, എത്ര ശതമാനം നഷ്ടത്തിനായിരിക്കും വിറ്റത് എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നോക്കിയേ, ഇവിടെ സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട് അല്ലെ, ഫസ്റ്റ് ഹോഴ്സിന്റെ കേസിൽ സെല്ലിംഗ് പ്രൈസ് ഉണ്ട്. ഇനി 25% ഗെയിൻ തന്നിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സെല്ലിംഗ് പ്രൈസും ഗെയിനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം. ക്ലിയർ ആണോ? കോസ്റ്റ് പ്രൈസ് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് എഴുതാം? 100 പ്ലസ് ഗെയിൻ പെർസെന്റേജ് അല്ലെ, 100 പ്ലസ് ഗെയിൻ പെർസെന്റേജ് ഓഫ് സെല്ലിംഗ് പ്രൈസ് ആണ്. സെല്ലിംഗ് പ്രൈസിന്റെ ടോപ്പിക് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ കോസ്റ്റ് പ്രൈസ് നമുക്ക് എന്ത് എഴുതാം? 125% ഓഫ് 6000 എന്ന് എഴുതാം. അല്ല, ഇവിടെ സെല്ലിംഗ് പ്രൈസ് ആണ്. സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു എന്താ? 100 പ്ലസ് ഗെയിൻ പെർസെന്റേജ് ഓഫ് കോസ്റ്റ് പ്രൈസ് അല്ലെ. സോ നമുക്ക് എന്ത് എഴുതാം? 6000 ഈക്വൽ ടു 125% ഓഫ് കോസ്റ്റ് പ്രൈസ്. ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? സോൾവ് ചെയ്തേ. 6000 ഈക്വൽ ടു 125 by 100 into cost price. So cost price will be the cross multiply ചെയ്യുക. 6000 into 100 by 125. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. കോസ്റ്റ് പ്രൈസ് അല്ല, ആൻസർ അല്ല, കോസ്റ്റ് പ്രൈസ് കിട്ടും. ഓക്കെ, സോൾവ് ചെയ്യാം. 5 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 5 ആയി, ഇവിടെ 4 ആയി, ഇവിടെ എന്താ ഈ 60 കട്ട് ചെയ്താൽ 12 ആയി. സോ 12 into 4 48ഉം 2 0യും കൂടെ നമുക്ക് കോസ്റ്റ് പ്രൈസ് എന്ത് കിട്ടും? 4800 എന്ന് കിട്ടും അല്ലെ. ഫസ്റ്റ് ഹോഴ്സിന്റെ കോസ്റ്റ് പ്രൈസ് 4800 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഹോഴ്സിന്റെ കോസ്റ്റ് പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ 12000. ആ 12000 നിന്ന് 4800 കുറച്ചാൽ പോരായോ? ക്ലിയർ ആണോ? 10 2 1 11 7 അല്ലെ, 7200 എന്ന് കിട്ടും. അപ്പം രണ്ടാമത്തെ ഹോഴ്സിന്റെ കോസ്റ്റ് പ്രൈസ് 7200 കിട്ടി. അപ്പൊ 7700 രൂപയ്ക്ക് മേടിച്ച ഹോഴ്സിനെ 6000 രൂപയ്ക്ക് വിറ്റു. എന്ത് കണ്ടുപിടിക്കാം? അവിടുത്തെ ലോസ് കണ്ടുപിടിക്കാം. ലോസ് പെർസെന്റേജ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ലോസ് അല്ലെ ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ലോസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് അല്ലെ. 7200 മൈനസ് 6000 എന്ത് വരും? 1200 ബൈ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 7200 into 100. സോൾവ് ചെയ്തേ. 0 കട്ട് ചെയ്തു. 12 into 6 അല്ലെ 72 കട്ട് ചെയ്യുക. 12 into 6 ദാറ്റ് ഈസ് നമുക്ക് എന്ത് വരും? 100 by 6 എന്ന് വരും അല്ലെ. അതിനെ ഒന്നുകൂടെ 2 വെച്ച് കട്ട് ചെയ്താൽ 50 by 3 എന്ന് വരും. നമ്മുടെ ആൻസർ കിടക്കുന്നത് മിക്സഡ് ഫ്രാക്ഷനിൽ കിടപ്പുണ്ട് കേട്ടോ. ഇതെല്ലാം പെർസെന്റേജ് ആണ് കേട്ടോ. ഓക്കെ, മിക്സഡ് ഫ്രാക്ഷനിലെ ആൻസർ ഇല്ലേ 50 by 3 എന്ന് പറഞ്ഞാൽ ഇല്ല. സോ ഏതാണ് നോക്കിയേ? 16 2 by 3 അല്ലെ. 16 into 3 48, 48 plus 2 50, 50 by 3. അപ്പൊ 16 2 by 3 പെർസെന്റേജ് ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Arjun went 25 kilometers to the west from his house. Then he turned left and walked 15 kilometers. He then turned east and walked 40 kilometers. Finally turned left and covered 15 kilometers. How far is he from his house? Okay, നമ്മൾ ആദ്യം തന്നെ എന്ത് വരച്ചു വെക്കുക? NESW. ഓക്കെ, അതേപോലെ തന്നെ ഈ ലെഫ്റ്റും റൈറ്റും വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഇത് വരച്ചു വെച്ചാൽ അത്രയും എളുപ്പം. ഓക്കെ, അങ്ങനെ ആലോചിച്ച് നോക്കാം. ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. ഈ ഈസ്റ്റിന്റെ കേസിൽ ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. സൗത്തിന്റെ കേസിൽ ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. ഇവിടെ ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നോക്കി അത് ചെയ്യാനായിട്ട് പറ്റും. അർജുൻ വെൻ 25 kilometers ടു ദ വെസ്റ്റ് ഓഫ് ഹിസ് ഹൗസ്. വെസ്റ്റിലോട്ട് 25 kilometers പോയി. ഓക്കെ, പിന്നെന്താ? ദെൻ ടേൺഡ് ലെഫ്റ്റ് അല്ലെ. ലെഫ്റ്റ് അങ്ങോട്ടാ? താഴോട്ട് അല്ലെ. ലെഫ്റ്റിലോട്ട് പോയി 15 kilometers ട്രാവൽ ചെയ്തു. പിന്നെ ഹി ദെൻ ടേൺഡ് ഈസ്റ്റ് അല്ലെ. ഈസ്റ്റിലോട്ട് പോയി 40 kilometers. അപ്പൊ 40 എന്ന് പറയുമ്പോൾ ഇത്രയും 25 ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു 15ഉം കൂടെ പോകണം കേട്ടോ. അങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചോ. ഇത് 15 ആണ്, അല്ല 40 ആകത്തുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ്? അങ്ങനെ പോയി. ഓക്കെ, പിന്നെന്താ? ആൻഡ് ഫൈനലി ടേൺഡ് ലെഫ്റ്റ്. അതായത് ഇവിടെ നിൽക്കുകയാണ്, ഈസ്റ്റിലോട്ട് നിൽക്കുക. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ മേളിലോട്ട് പോകണം അല്ലെ. എത്ര പോയി? 15 kilometers. അതായത് ഇവിടെ തന്നെ ഈ ഒരു ലെങ്ത് തന്നെ 15 kilometers പോയി.
അങ്ങനെ ഇവിടെ നിൽക്കുക. ഇയാളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ്, ഇയാളുടെ ഫൈനൽ പോയിന്റ് ഇതാണ്. ഹൗ ഫാർ ഈസ് ഹി ഫ്രം ഹിസ് ഹൗസ്? ഇതാണ് ഹൗസ് അല്ലെ, സ്റ്റാർട്ട് ചെയ്തത് ഹൗസിൽ നിന്നല്ലേ. എത്ര ദൂരമുണ്ട് നോക്കിയേ, 15 കിലോമീറ്റർ അല്ലെ. ഇവിടെ തൊട്ട് ഇത് ഇവിടുന്ന് ഇവിടം വരെ ടോട്ടൽ 40 ആയിരുന്നു. ഇവിടെ തൊട്ട് ഇവിടം വരെ 25 ആണ്. സോ 40 മൈനസ് 25 അല്ലെ, 15 കിലോമീറ്റർ. ഓപ്ഷൻ ബി. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the next item in alphanumeric series. ഇത് ചെയ്യും. ഇങ്ങനെയുള്ളത് വരുമ്പോൾ ലെറ്റേഴ്സിന്റെ ഒരു ഇത് വരുന്ന സമയത്ത് നിങ്ങൾ ഈ ABC A തൊട്ട് Z വരെയുള്ളത് എഴുതി വെച്ചാൽ വേഗം നമുക്ക് നോക്കാനായിട്ട് പറ്റും. ഓക്കെ, അതേപോലെ തന്നെ കോഡിങ് വരുന്ന സമയത്തും ഈ ലെറ്റേഴ്സും അതേപോലെ തന്നെ ഇതിന്റെ നമ്പർ കോഡിങ് വല്ലതും ചെയ്തേക്കുന്നെങ്കിൽ ഇതിന്റെ നമ്പേഴ്സും കൂടെ താഴെ എഴുതി വെച്ചാൽ ഇങ്ങനെ 1 2 3 എഴുതി വെച്ചാൽ അത് വളരെ ഉപകാരമായിരിക്കും. നമുക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റും. നോക്കിയേ, ഇസഡ് അടുത്തത് ഈ ആദ്യത്തെ ഓരോന്നോരോന്ന് നമുക്ക് നോക്കാം. ഇസഡ്, എക്സ്, വി, ടി, ആർ, പി അല്ലെ. അതെങ്ങനെ വന്നെ നോക്കിയേ. ഇസഡിന്റെ രണ്ടെണ്ണം അല്ലെ, 1 2 -2 ചെയ്തേക്കുവാണ്. ദെൻ എക്സിന്ന് -2 1 2 വി അല്ലെ, വിന്ന് 2 എണ്ണം ടി. മനസ്സിലായപ്പോ ഏകദേശം മനസ്സിലായി. ആദ്യത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ -2 വെച്ച് ചെയ്തേക്കും. അത് 2 എണ്ണം പുറകോട്ട് എടുത്തേക്കുവാണ്. അങ്ങനെയാണെങ്കിൽ പി അല്ലെ, പിയുടെ 2 എണ്ണം പുറകോട്ട് എടുത്താൽ 1 2 എൻ അല്ലെ. അപ്പൊ ഒന്നി ഇതാകാം, ഇതും വെട്ടാം, നമുക്ക് ഇതും വെട്ടാം. ഓക്കെ, ഇനി അടുത്തത് നമ്പേഴ്സാ. 1 2 6 21 88 445. ഭയങ്കര വലുതായിട്ട് പോയേക്കുക. ഇനി നമുക്ക് അത് നോക്കിയിട്ട് അടുത്തത് നോക്കാം. അടുത്ത ലെറ്റർ എ വെച്ച് ചെയ്തേക്കുന്നത് എ ഡി ജി അല്ലെ. എ 1 2 3 അല്ലെ, മൂന്നാമത്തെ. ഡി കഴിഞ്ഞ് 1 2 3 ജി അല്ലെ. അതായത് മനസ്സിലായി, +3 ആണ് പോകുന്നത് അല്ലെ. ഒന്നോട്ട് നോക്കിക്കോ, ജി കഴിഞ്ഞ് ജെ അല്ലെ, 1 2 3. അപ്പൊ +3 ആണ്. അപ്പൊ പി കഴിഞ്ഞ് എന്ത്, പി കഴിഞ്ഞ് 1 2 3 എസ്. നോക്കിയേ ഏതാ. അപ്പൊ ഇതും വെട്ടാം അല്ലെ. ഇതായിരിക്കും കോഡ്. മനസ്സിലായോ? NS. പിന്നെ മറ്റേ ഈ നമ്പറിന്റെ എന്താണ് കണ്ടുപിടിക്കാൻ നിൽക്കണ്ട, നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലെ. ഓപ്ഷനിൽ നിന്ന് നമുക്ക് മറ്റേതെല്ലാം ക്യാൻസൽ. അപ്പൊ അങ്ങനെ നോക്കുക, കിട്ടുന്നത് നോക്കുക, ഓപ്ഷൻസ് അങ്ങനെ ക്യാൻസൽ ചെയ്യുക. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കലണ്ടറിലെ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ ഇയർ അതർ ദാൻ ലീപ് ഇയർ വാസ് സൺഡേ, ദെൻ വിച്ച് വാസ് ദ ലാസ്റ്റ് ഡേ ഓഫ് ദ ഇയർ? അപ്പൊ ഇത് പഠിച്ചു വെച്ചേക്കാം. 2 ടൈപ്പ് വർഷങ്ങളല്ലേ നമ്മുടെ ഉള്ളത്. ഓർഡിനറി ഇയർ ഉണ്ട്, അതേപോലെ ലീപ് ഇയറും ഉണ്ട്. ഓക്കെ, ഓർഡിനറി ഇയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 365 അല്ലെ, 365 ദിവസം ഉണ്ട്. ഇവിടെ ആണെങ്കിൽ 366, 366 ഡേയ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഒരു ഓർഡിനറി ഡേയില് ജാനുവരി 1 ഏത് ദിവസമാണോ അത് തന്നെ ആയിരിക്കും ഡിസംബർ 31. മനസ്സിലായോ? ഒരു ഓർഡിനറി ഇയറില് ജാനുവരി 1 ഏത് ദിവസമാണോ അത് തന്നെയായിരിക്കും ഡിസംബർ 31. ഓർഡിനറി ലീപ് ഇയർ മനസ്സിലായല്ലോ. വർഷത്തിന്റെ അവസാനം മീൻസ് ഒരു വർഷം നമ്മൾ നോക്കിയാൽ അത് 4 ഡിവിസിബിൾ ആണെങ്കിൽ അത് ലീപ് ഇയർ ആയിരിക്കും അല്ലെ. ഓക്കെ, അപ്പം നോക്കിയ ലീപ് ഇയറിന്റെ കേസിലാണെങ്കിൽ ഇപ്പം ജാനുവരി 1 മൺഡേ ആണെന്ന് വിചാരിക്കുക, എങ്കിൽ ഡിസംബർ 31 എന്ന് പറഞ്ഞാൽ ട്യൂസ്ഡേ ആയിരിക്കും. ക്ലിയർ ആണോ? അതായത് ഡിസംബർ 31 എന്ന് പറയുന്നത് ജാനുവരി 1 എന്താണോ അതിന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടുക, അതിന്റെ നെക്സ്റ്റ് ഡേ ആയിരിക്കും. മനസ്സിലായോ? ഡിസംബർ 31 എന്ന് പറയുന്നത് ജാനുവരി 1 കഴിഞ്ഞ് ജാനുവരി 1 ഏത് ദിവസമാണോ അതിന്റെ നെക്സ്റ്റ് ഡേ ആയിരിക്കും എന്നർത്ഥം. ക്ലിയർ ആണോ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് ഡേ ഓഫ് ദി ഇയർ, അതായത് ഒരു വർഷത്തിന്റെ തുടക്ക ദിവസം, അതായത് ലീപ് ഇയർ അല്ല എന്നവർ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഓർഡിനറി ഇയർ ആണ്. അത് സൺഡേ ആണെങ്കിൽ ആ വർഷത്തിന്റെ അവസാന ദിവസം എന്താണ് ഓപ്ഷൻ സി, സൺഡേ തന്നെ ആയിരിക്കും. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്ലഡ് റിലേഷനെ ക്വസ്റ്റ്യൻ ആണ്. പി ഈസ് ക്യൂസ് സിസ്റ്റർ. അപ്പൊ ഇത് ഈ ഒരു ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും ഒക്കെ ഞാൻ ബ്ലഡ് റിലേഷൻ എന്റെ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. അതായത് നിങ്ങൾ ഒരു പാറ്റേൺ, ഈ ഒരു സിസ്റ്ററിനെ അല്ലെങ്കിൽ മദറിനെ ഫാദറിനെ ഒക്കെ ഡിനോട്ട് ചെയ്യാനുള്ള ഒരു പാറ്റേൺ അത് നിങ്ങൾ തന്നെ ഒരു രീതി പഠിച്ചു വെച്ചേക്കുക. ആ രീതി അത് നന്നായിട്ട് അറിയണം. അപ്പൊ നമ്മൾ ഈ വായിക്കുന്ന വരയ്ക്ക് നമുക്കത് എഴുതി പോകാം. പി ഈസ് ക്യൂ സിസ്റ്റർ അല്ലെ. അപ്പൊ ഞാൻ എങ്ങനെ കോമ ഇട്ടാണ് സിബ്ലിങ്സിനെ എഴുതുന്നത്. മനസ്സിലായോ? പി എന്ന് പറയുന്നത് ക്യൂവിന്റെ സിസ്റ്റർ ആണ്. അപ്പൊ പി എന്ന് പറയുന്നത് ഒരു ഗേൾ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, ക്യൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലേ. ആർ ഈസ് ക്യൂസ് മദർ. ക്യൂവിന്റെ മദർ ആണ്. അപ്പൊ ഇവരെ രണ്ടുപേരുടെയും മദർ ആണ് ആർ എന്ന് പറയുന്നത്. ഇനി എസ് ഈസ് ആർസ് ഫാദർ. ആറിന്റെ ഫാദർ ആണ് എസ് അല്ലെ, ഫാദർ ആണ് എസ് എന്ന് പറയുന്നത്. ദെൻ ടി ഈസ് എസ് മദർ. എസിന്റെ മദർ ആണ് ടി അല്ലെ. ടി എന്ന് പറയുന്നത് മദർ ആണ്. ടി ഈസ് എസ് മദർ. ദെൻ ഹൗ ഈസ് പി റിലേറ്റഡ് ടു എസ്. പി എങ്ങനെയാണ് എസിനോട് റിലേറ്റഡ് എന്ന് പറയുന്നത്. പിയുടെ റിലേഷൻ ആ പറയണത്, അത് ശ്രദ്ധിച്ചോണം. ഹൗ ഈസ്
പി മനസ്സിലായോ? പി ആരാന്നാണ് പറയേണ്ടത്. എസ് ആയിട്ട് നോക്കിയാൽ പി ആരാണ്? ഗ്രാൻഡ് ഡോട്ടർ ആണ് അല്ലെ. പി ഒരു സിസ്റ്റർ എന്ന് പറയുന്നത്, പി ഈസ് ക്യൂ സിസ്റ്റർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ എന്ത് എഴുതിയായിരുന്നു? അത് ഗേൾ ആണ് എഴുതിയായിരുന്നു അല്ലെ. സോ പി എന്ന് പറഞ്ഞ ആരാണ്? ഗ്രാൻഡ് ഡോട്ടർ ആണ്. ക്ലിയർ ആണോ? ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In an examination, 40% of students failed in English and 53% in maths. If 15% failed in both subjects, then what is the percentage of those who passed in both subjects? നമ്മുടെ പെർസെന്റേജിലെ വെൻ ഡയഗ്രം എന്നുള്ള ഏരിയ ആണ് അല്ലെ. ഇത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് പെർസെന്റേജ് എന്നുള്ള ടോപ്പിക്കിൽ. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. അതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോൾ അത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറയാം. നോക്കിയേ, നമ്മളൊരു പെട്ടിക്കകത്ത് വരയ്ക്കും അല്ലെ. എന്താ ആ പെട്ടിക്കകത്തുള്ള എന്താ? ടോട്ടൽ സ്റ്റുഡൻസ്. ഇനി അതിനകത്ത് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഇവിടെ ഈ പറഞ്ഞേക്കുന്ന കാര്യമാണ് നമ്മൾ ഒരു വട്ടത്തിനകത്ത് വരയ്ക്കുന്നത്. അതെന്തായിരിക്കും? ഇവിടെ പറയുന്നത് ഫെയിൽ ആയവരുടെ കാര്യമാണ് പറയാൻ പോകുന്നത് അല്ലെ. അപ്പം ഇംഗ്ലീഷിനും മാത്സിനും ഫെയിൽ ആയവരുടെ ആണ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പം ഇംഗ്ലീഷിന് ഫെയിൽ ആയവർ എത്രയാണ്? 40% ആൾക്കാർ ഇംഗ്ലീഷിന് ഫെയിലായി. മാത്സിന് ഫെയിൽ ആയവർ എത്രയാണ്? 53% ആൾക്കാർ മാത്സിന് ഫെയിലായി. ഇതെന്താണ്? രണ്ടിനും അല്ലെ, ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് മാത്സിന് ഫെയിൽ ആയവരാണ് 15%. അപ്പൊ ഈ ഒരു വട്ടത്തിനകത്ത് നമ്മൾ വരയ്ക്കുന്നത് ഫെയിൽ ആയവരുടെ കാര്യമാണ്. അപ്പൊ പുറത്തുള്ളവരാരാ? ഇവിടെ എന്ന് പറഞ്ഞാൽ ബോത്ത് രണ്ടിനും ജയിച്ചവരാണ് അല്ലെ, രണ്ടിനും പാസ് ആയവരാണ് ഈ പുറത്തുള്ളത് അല്ലെ. ടോട്ടൽ നമുക്കറിയാം ടോട്ടൽ സ്റ്റുഡൻസ് ആണ്. അതിൽ നമ്മൾ ഈ ഒരു വട്ടത്തിൽ വരയ്ക്കുന്നത് ഫെയിൽ ആയവരുടെ കാര്യമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫെയിൽ ആയവരുടെ യൂണിയൻ കണ്ടുപിടിക്കാം അല്ലെ. അതെങ്ങനെയാണ്? ഇംഗ്ലീഷിന് ജയിച്ചവരെ പ്ലസ് മാത്സ് ഫെയിൽ ആയവരെ, ഇംഗ്ലീഷിന് ഫെയിൽ ആയവരെ പ്ലസ് മാത്സിന് ഫെയിൽ ആയവരിൽ നിന്ന് എന്ത് ചെയ്യണം? ഇതിന്റെ ബോത്ത് നമ്മൾ മൈനസ് ചെയ്ത് കളയാം അല്ലെ. ഇന്റർസെക്ഷൻ എം, ഈ രണ്ടെണ്ണം, അതായത് രണ്ടിലും ഫെയിൽ ആയവരുണ്ടല്ലോ രണ്ടിനും, അത് നമ്മൾ മൈനസ് ചെയ്ത് കളയുന്നു. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് 40 പ്ലസ് 53 മൈനസ് 15 എന്ത് വരും? 93 മൈനസ് 15. ഓക്കെ, 93 മൈനസ് 15 78% എന്ന് കിട്ടും. എന്ത്? ഫെയിൽ ആയവര്, മൊത്തത്തിൽ ഫെയിൽ ആയവരുടെ യൂണിയൻ എന്ന് പറഞ്ഞാൽ 78% ആണ്. അപ്പൊ ബാക്കി 100%, ബാക്കി 78 പോയി കഴിഞ്ഞാൽ എത്ര വരും? 100 മൈനസ് 78 ചെയ്യുക. ഓക്കെ, 22 അല്ലെ. 22%. അതെന്തായിരിക്കും? ബോത്ത് പാസ് ആയവർ, രണ്ട് വിഷയത്തിനും പാസ് ആയവരുടെ എണ്ണമാണ് 22% എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പം ആദ്യം ഈ വരയ്ക്കുന്നത് എന്താണെന്ന് അത് മനസ്സിലാക്കുക. ഫെയിൽ ആയവരുടെയാണ് നമ്മൾ ഈ വരയ്ക്കുന്നത്. അപ്പൊ ഫെയിൽ ആയവരുടെ യൂണിയൻ നമ്മൾ കണ്ടുപിടിച്ചു. അത് 78% ആണ് ഫെയിൽ ആയവരുടെ യൂണിയൻ. അപ്പൊ 100% ബാക്കി 100ന്ന് 78 പോയാൽ 22 അല്ലെ. അത്രയും ശതമാനം എന്ന് പറയുന്നതാണ് എന്ത്? രണ്ട് സബ്ജക്റ്റിനും പാസ് ആയവര്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Red is blue, blue is 20, violet is 42. What is the code of magenta? നിങ്ങൾക്ക് ആദ്യം ആ ലെറ്റേഴ്സ് എഴുതി നോക്കാം. അത് നമുക്ക് ആ എഴുതി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതുമായിട്ടൊരു റിലേഷനും ഇല്ല എന്നുള്ളത്. അതായത് അതിന്റെ ഒന്നും കൂട്ടുന്നതോ ഒന്നുമല്ല. പിന്നെ ഒന്നുകൂടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഇവിടെ 3 ലെറ്റേഴ്സ് ആണുള്ളത് അല്ലെ. സോ 3 into 4 ആണ് ഈ 12. ഇവിടെ 4 ലെറ്റേഴ്സ് ആണുള്ളത്. 4 into നെക്സ്റ്റ് ഡിജിറ്റ് 5 ആണ് 20. ഇവിടെ 1 2 3 4 5 6 അല്ലെ. 6 into 7. അപ്പൊ മനസ്സിലായില്ലോ? ഇവിടെ 1 2 3 4 5 6 7. അപ്പൊ എന്താ? 7 into നെക്സ്റ്റ് ഡിജിറ്റ് ആയി 8, 56 ആണ് മജന്തയുടെ കോഡ്. ക്ലിയർ ആണോ? ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the angle between hour hand and minute hand of a clock at 6:40? ഒരു ടൈം തന്നിട്ട് മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും തമ്മിലുള്ള ആംഗിൾ ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? 30h minus 11/2m. മനസ്സിലായി? ഇത് പഠിച്ചു വെച്ചേക്കുക. എച്ചിന്റെ സ്ഥാനത്ത് അവർ ഹാൻഡിനെ സൂചിപ്പിക്കുന്ന നമ്പർ എഴുതുക, എമ്മിന്റെ സ്ഥാനത്ത് മിനിറ്റിനെ സൂചിപ്പിക്കുന്ന നമ്പർ എഴുതുക. ക്ലിയർ ആണോ? സോ ചെയ്യാം. 30 into 6 minus 11/2 into 40. ഓക്കെ, 180 മൈനസ് 2 ഇവിടെ കട്ട് ചെയ്താൽ 20, 220. ഇവിടെ സൈൻ ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ ഇത് തിരിച്ച് 220 മൈനസ് 180 ചെയ്താൽ മതി. ആൻസർ പറയുന്നത് സൈൻ ഒന്നും ഇടണ്ട. സോ 220 മൈനസ് 180 12 അല്ലെ. ദാറ്റ് ഈസ് 40 ഡിഗ്രി. ക്ലിയർ ആണോ? ഓപ്ഷൻ എ 40 ഡിഗ്രി. ഇവിടെ ഒരു പോയിന്റും കൂടെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം. നമ്മളോട് ഇങ്ങനെ ചോദിച്ചാൽ, അതായത് ഇവിടെ ജസ്റ്റ് ഇത് അവർ ആൻഡ് മിനിറ്റ് ഹാൻഡും തമ്മിലുള്ള ആംഗിൾ ചോദിച്ചാൽ, അതായത് സ്മോളസ്റ്റ് ആംഗിൾ, അതായത് നമ്മളിപ്പോ ഒരു ആംഗിൾ വരയ്ക്കുമ്പോൾ ഇപ്പൊ ഇത് 6 40 എന്ന് പറയുമ്പോൾ ഒരു 8 കഴിഞ്ഞ് വരത്തില്ലേ.
അപ്പൊ ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, അവർ ആൻഡ് മിനിറ്റ് ആൻഡ് നമ്മൾ ഇങ്ങനെയും ആംഗിൾ പറയാം, നമുക്ക് ഇങ്ങനെയും ആംഗിൾ പറയാം അല്ലെ. ഇതാണ് സ്മോളസ്റ്റ് ആംഗിൾ അല്ലെ, ഇതെന്താ ലാർജസ്റ്റ് ആംഗിൾ. നമ്മൾ അക്യൂട്ട് ഒപ്റ്റ്യൂസ് എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ ഇത് റിഫ്ലക്സ് ആംഗിൾ എന്ന് ഇതിനൊരു പേര് പറയും കേട്ടോ, ലാർജസ്റ്റ് ആംഗിൾ. നമുക്ക് വേണ്ടത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഈ സ്മോളസ്റ്റ് ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 180 ഡിഗ്രിയെക്കാട്ടി ലെസ് ആണ് വരുന്നതെങ്കിൽ ആ ആൻസർ പറഞ്ഞോളൂ. ഇപ്പൊ ഈ കേസിൽ നമുക്ക് 40 വന്നല്ലേ, 180യെക്കാട്ടി കുറഞ്ഞാണ് വന്നത്, സോ അതാണ് ആൻസർ. ഇനി നമ്മളിത് ചെയ്യുമ്പം നമുക്ക് 180യെക്കാട്ടിൽ കൂടുതലാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ 360 ഡിഗ്രിയിൽ നിന്ന് ആ ആൻസർ മൈനസ് ചെയ്തിട്ട് വേണം ഫൈനൽ ആൻസർ പറയാൻ. ക്ലിയർ ആണോ? 360 ഡിഗ്രിയിൽ നിന്ന്, അതായത് 180യൊക്കെ കൂടുതലാണെങ്കിൽ നമുക്ക് ലാർജസ്റ്റ് ആംഗിൾ ആയിരിക്കും കിട്ടിയേക്കുന്നത്, 360യിൽ നിന്ന് അത് കുറച്ചിട്ട് പറയുക. ഓക്കെ, ഈ ഒരു പോയിന്റും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. Next question. A box is filled with apples, each weighing 1/10 kilogram. The weight of the box after filling the apple should not exceed 4/5 kilogram. What is the maximum number of apples that can be kept inside the box? ഇത് വളരെ സിമ്പിൾ അല്ലേ. 1/10 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു ആപ്പിൾ, ഇതിപ്പോ ഫ്രാക്ഷൻ ആണെന്നേ ഉള്ളൂ, ഒരു ഫ്രാക്ഷൻ ഇല്ലാത്തൊന്ന് പറഞ്ഞു നോക്കിയേ. 2 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു ആപ്പിൾ അല്ലെ, ഓരോ ആപ്പിളിനും 2 കിലോഗ്രാം വെച്ചാ വെയിറ്റ്. നമ്മളുടെ ബോക്സിലെല്ലാം നിറച്ചു കഴിഞ്ഞാൽ 4 കിലോഗ്രാമേ ആകാൻ പാടുള്ളൂ. അപ്പൊ എത്ര ആപ്പിൾ ഇട്ടെന്ന് കഴിഞ്ഞാൽ 4/2 അല്ലെ, 4 ആകാൻ പാടുള്ളൂ, 2 വെച്ച ഓരോന്നുള്ളത്. അപ്പൊ 4/2 ചെയ്താൽ നമുക്ക് ആ 2 ആപ്പിൾ എന്നെണ്ണം കിട്ടും. അത്രേ ഉള്ളൂ ഇവിടെയും പറയുന്നത്, ഇവിടെ ഫ്രാക്ഷൻ ആണെന്നേ ഉള്ളൂ അല്ലെ. അപ്പൊ ടോട്ടലിന്റെ കപ്പാസിറ്റി 4/5 ബൈ ഒരെണ്ണത്തിന് എത്ര വരാൻ പാടുള്ളൂ, 1/10. അങ്ങനെ എത്ര എണ്ണം ഉണ്ടാവും എന്ന് വെച്ചാൽ 4/5 ഡിവൈഡ് ബൈ 1/10 ചെയ്യുക അല്ലെ. ഇതെന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ ഡിനോമിനേറ്ററിലെ ഫ്രാക്ഷൻ വന്നാൽ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 4/5 ഇൻറ്റു 10/1. ഓക്കെ, സോൾവ് ചെയ്യാമല്ലോ. കട്ട് ചെയ്തു. ദാറ്റ് ഈസ് 4 × 2 8. 8 ആപ്പിൾസ് ആയിരിക്കും മാക്സിമം നമുക്ക് വെക്കാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ്. How many terms will have to be added to get a sum of 10,877 in the arithmetic series 5, 9, the question mark അല്ലേ, okay, 5, 9, 13, etc. എത്ര, അതായത് ഇതിനകത്ത് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് ടേം എന്താണ്, 5, 9, 13. അപ്പൊ നമ്മുടെ കോമൺ ഡിഫറൻസ് എന്താ, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, ദാറ്റ് ഈസ് 9 - 5 4 അല്ലെ. പിന്നെ തന്നിരിക്കുന്നത് എന്താണ്, SN, സം ഓഫ് ടേംസ് ആണ് 10877 തന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ n കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം, സം ഓഫ് n ഇക്വേഷൻ എന്താ, സം ഓഫ് n ഈക്വൽ ടു n/2 ഇൻറ്റു 2a + n - 1 ഇൻറ്റു d. ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യൻ ഒരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒത്തിരി സമയം എടുക്കുന്ന ഒരു ചോദ്യമായിരുന്നു ഇത്. നോക്കിയേ, എന്താ SN എന്താ വരുന്നത്, 10877 ഈക്വൽ ടു n/2 ഇൻറ്റു 2a. എയുടെ സ്ഥാനത്ത് നമുക്ക് എന്തെടുക്കാം, 5 കൊടുക്കാം അല്ലെ. 10 + n - 1 ഇൻറ്റു 4. ക്ലിയർ ആണോ? സോ ഇതിവിടെ വന്നാൽ 10877 ഇൻറ്റു 2 ഈക്വൽ ടു n ഇൻറ്റു 10 + 4 അല്ല 10 + 4n - 4. ഓക്കെ, അതായത് ഇത് ചെയ്യുമ്പോഴത്തേക്ക് 14, 15, 17, 21754 ഈക്വൽ ടു എന്ത് വരും, n ഇൻറ്റു 6 + 4n. അതായത് നമ്മളിത് ചെയ്യുമ്പോഴത്തേക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് വരുന്നത്, അത് സോൾവ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇത് വരുമ്പോഴത്തേക്ക് 6n + 4n² എന്നല്ലേ. അപ്പൊ അതൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ, അതായത് വലിയ നമ്പറാണ്, കുറച്ച് നല്ല സമയം എടുക്കും അത് സോൾവ് ചെയ്യാൻ. അപ്പൊ ഇവിടെ ചെയ്യാവുന്ന ഒരു എളുപ്പ മാർഗം എന്ന് പറഞ്ഞാൽ എന്തേ ഉള്ളൂ, ഓപ്ഷൻസ് ഇട്ട് നോക്കുക. അതായത് ഇത്രയായാലും എന്നിന്റെ സ്ഥാനത്ത് ഇപ്പൊ ഇതല്ലേ ആൻസർ, ഒന്നീ 71, 63 അല്ലെങ്കിൽ 73 അല്ലെങ്കിൽ 74. ഓപ്ഷൻസ് ഇട്ട് നോക്കി ചെയ്യാന്നുള്ളതായിരിക്കും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിനെക്കാട്ടിലും എളുപ്പം എന്ന് പറയുന്നത്. നോക്കിയേ, അതായത് എന്നിന്റെ സ്ഥാനത്ത് 71 ഇട്ട് നോക്കാം. ഇനി അത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഈ യൂണിറ്റ് പ്ലേസ് വരുന്നത് വെച്ച് ചെയ്ത് നോക്കാം. അതായത് ഇപ്പൊ എന്നിന്റെ സ്ഥാനം ഇങ്ങനെ ആദ്യം നമുക്ക് 71 നോക്കാം. 71 × 6 + 4 × 71 എന്നല്ലേ. ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് നിങ്ങളിത് ചെയ്ത് നോക്കിയോളൂ, ഏത് ഓപ്ഷൻ ആണ് വരുന്നത് നോക്കുക. ഇതിന്റെ ഓപ്ഷൻ സി 73 ആണ് വരുന്നത്, മൂന്നാമത് ചെയ്യുമ്പോഴായിരിക്കും ആൻസർ വരുന്നത്. പിന്നെ ഒന്ന് ഇത് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ യൂണിറ്റ് പ്ലേസ് വെച്ച് നോക്കാം. അതായത് 4 × 71, അതിന്റെ യൂണിറ്റ് പ്ലേസിൽ എന്തായിരിക്കും വരുന്നത്, 4 ആയിരിക്കും അല്ലെ. 71 × 4 ചെയ്താൽ യൂണിറ്റ് പ്ലേസിൽ 4 ആയിരിക്കും വരുന്നത്.
അപ്പൊ 6+4 ചെയ്താൽ യൂണിറ്റ് പ്ലേസിൽ എന്തായിരിക്കും വരുന്നത്? 0 ആയിരിക്കും വരുന്നത് അല്ലെ. സോ ആ സീറോയും, അതായത് യൂണിറ്റ് പ്ലേസിലാണ് സീറോയും വരുന്നത്. ഈ 1ഉം കൂടെ ചെയ്താലും യൂണിറ്റ് പ്ലേസിൽ, അതായത് ഈ ഒരു പ്രോഡക്റ്റ് ഫുൾ എടുത്താൽ അതിന്റെ യൂണിറ്റ് പ്ലേസിൽ 0 വരത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഇവിടെ യൂണിറ്റ് പ്ലേസിൽ 0 അല്ല, അതുകൊണ്ട് 71 എന്തായാലും അല്ല. ഇനി 3 നോക്കി, ഇത് രണ്ടെണ്ണത്തിനും 3 അപ്പൊ ഇതാവാനേ ചാൻസ് ഉള്ളൂ അല്ലെ. രണ്ടെണ്ണത്തിനും 3 ഒന്ന് ചെയ്ത് നോക്കിയേ. 73 അല്ലെ, അതായത് യൂണിറ്റ് പ്ലേസിൽ 3, 6+4 ഇൻറ്റു യൂണിറ്റ് പ്ലേസിൽ 3. മനസ്സിലാവുന്നുണ്ടോ? 73 ഇൻറ്റു 63. ഓക്കെ, 63 എന്ന് പറയുമ്പോൾ യൂണിറ്റ് പ്ലേസ് മാത്രം ഞാൻ ഒന്ന് എടുത്ത് നോക്കുവാണ്. 6+12 അല്ലെ 2, ദാറ്റ് ഈസ് 7 അല്ല, ഒരു മിനിറ്റ്, എന്ത് വന്നു? 6+4 ഇൻറ്റു 3. ഓക്കെ, അപ്പൊ എന്താ 6+2 8 അല്ലെ, 8 ഇൻറ്റു 3 4 അല്ലെ, യൂണിറ്റ് പ്ലേസിൽ 24 വരും. അപ്പൊ ഇതിന് ചാൻസ് ഉണ്ട്, അപ്പൊ ഇതിന് രണ്ടിനും ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇത് വരത്തില്ലെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ 3 തന്നെ വരത്തുള്ളൂ. അപ്പൊ 63 73 എന്ന് ഉറപ്പിക്കാം. ഈ രണ്ടെണ്ണം ചെയ്ത് നോക്കി ആൻസർ പറയുന്നതായിരിക്കും എളുപ്പം. ഓക്കെ, ഓപ്ഷൻ 73. ഡിവിഷൻ സോൾവ് ചെയ്യുന്നതിൽ നമുക്ക് എളുപ്പം തന്നെ ഈ ഒരു രീതിയിൽ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A cylindrical bucket of diameter 42 cm and height 10 cm was full of sand. When the sand in the bucket was poured on the ground, the sand got converted into a shape of a cone. If the height of the cone was 21 cm, what was the base area of the cone? ഒരു സിലിണ്ടറിക്കൽ ബക്കറ്റ്, ഓക്കെ, അതായത് ഒരു സിലിണ്ടറിനകത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഏതൊരു 3D ഫിഗറിനകത്ത് ഇപ്പൊ അത് സാൻഡോ അല്ലെങ്കിൽ വാട്ടറോ ഇരുന്നാൽ ആ സാൻഡിന്റെയോ അല്ലെങ്കിൽ വാട്ടറിന്റെയോ വോളിയം എന്ന് പറയുന്നത് ആ സിലിണ്ടറിന്റെ വോളിയത്തിന് തുല്യമായിരിക്കും അല്ലെ. ഒരു സിലിണ്ടറിക്കൽ ബക്കറ്റിനകത്ത് ഇരിക്കുന്ന സാൻഡിനെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോർ ചെയ്തപ്പം അതൊരു കോൺ പോലെ ആയി എന്ന് പറഞ്ഞാൽ എന്താ? വോളിയം ഓഫ് സിലിണ്ടറും വോളിയം ഓഫ് കോണും ഈക്വൽ ആണ് അല്ലെ. ക്ലിയർ ആണോ? അതായത് ഇപ്പൊ ഒരു ഫിഗറിനകത്ത്, അല്ലെങ്കിൽ നമ്മളിപ്പോ പറയുകയാണ്, അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞാൽ ഒരു ഫിഗറിൽ ഇപ്പൊ വെള്ളം ഉണ്ടായിരുന്നു, കോണിനകത്തോട്ട് ആ വെള്ളം ഒഴിച്ചു, അത് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ വോളിയം എന്താണ്? തുല്യമാണെന്നർത്ഥം അല്ലെ. അപ്പൊ ഇവിടെ ഇത്രയുള്ള നമുക്ക് ചെയ്യാനുള്ളത് വോളിയം ഓഫ് സിലിണ്ടർ ഈക്വൽ ടു വോളിയം ഓഫ് കോൺ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി വോളിയം ഓഫ് സിലിണ്ടറിന്റെ ഇക്വേഷൻ എന്താ? πr²h. ഈ ഇങ്ങനെയുള്ള ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെച്ചേക്കുക. സിലിണ്ടറിന്റെ വോളിയം πr²h, കോണിന്റെ വോളിയം എന്താ? 1/3 πr²h. ക്ലിയർ ആണോ? അപ്പൊ ഇതിനെ നമുക്കൊന്ന് തിരിക്കാൻ. ഇത് സിലിണ്ടർ ആണ്, ഇത് ഹൈറ്റ് ഓഫ് സിലിണ്ടർ, ഇത് കോൺ ആണ്, ഇത് ഹൈറ്റ് ഓഫ് കോൺ. ഓക്കെ, ഇനി ചോദിക്കുന്നത് എന്താ? ഇഫ് തന്നിട്ടുണ്ട്, അതായത് സിലിണ്ടറിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, അപ്പൊ നമുക്ക് റേഡിയസ് കിട്ടും അല്ലെ. എന്താ? d/2 ആണ്, ദാറ്റ് ഈസ് 42/2 21 സെന്റിമീറ്റർ ഇടും. ഹൈറ്റ് ഓഫ് സിലിണ്ടർ തന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് പിന്നെന്താ? ഹൈറ്റ് ഓഫ് കോൺ തന്നിട്ടുണ്ട്. ഇനിയും വേണ്ടത്, അപ്പൊ ഇതിന് നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാം അല്ലെ. ചോദ്യം എന്താണെന്ന് നോക്കിയേ. വാട്ട് വാസ് ദ ബേസ് ഏരിയ ഓഫ് ദ കോൺ? ബേസ് ഏരിയ ഓഫ് കോൺ ആ കണ്ടുപിടിക്കേണ്ടത്. ബേസ് ഏരിയ എന്താ? ഒരു കോൺ ഇതാ അല്ലെ, കോണിന്റെ ബേസിൽ എന്താണ്? ഒരു സർക്കുലാർ ഫിഗർ ആണ് അല്ലെ, സർക്കുലാർ ബേസ് ആണുള്ളത്. അപ്പൊ സർക്കിളിന്റെ ഏരിയ എന്താ? ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ πr², അതായത് പൈ കോണിന്റെ സ്ക്വയർ, r റേഡിയസ് സ്ക്വയർ അല്ലെ, πr². അപ്പൊ സത്യം പറഞ്ഞാൽ നമുക്ക് ഇത്രയുമാണ് കണ്ടുപിടിക്കാനുള്ളത്. സെപ്പറേറ്റ് r കണ്ടുപിടിച്ചിട്ട് πr² ചെയ്യാം, അതിന് അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഈ പയ്യും എല്ലാം വെട്ടിക്കാന്നിട്ട് r കണ്ടുപിടിക്കാം, എന്നിട്ട് വീണ്ടും ചെയ്യുന്നു അല്ലെ. അതിൽ എളുപ്പം എന്താ? ഇത്രയുമാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം ബാക്കിയുള്ള ഇതിനെ നിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് ഇടാമല്ലോ. അപ്പൊ നോക്കി ഓരോന്നിന്റെ വാല്യൂ എടുക്കാം. പൈയുടെ വാല്യൂ നമുക്കറിയാം 22/7 ഇൻറ്റു സിലിണ്ടറിന്റെ റേഡിയസ് എത്രയാണ്? 21 അല്ലേ. 21 ഇൻറ്റു 21 ഇൻറ്റു ഹൈറ്റ് ഓഫ് സിലിണ്ടർ 10. ഓക്കെ, ഇനി ഇതിനെ ഈ ഒരു p-നെ ഇവിടെ കൊണ്ടുവരുമ്പോൾ എന്ത് വരും? ഇവിടെ ഒരു ഇക്വേഷൻ പോലെ എഴുതിയാൽ പൈ ഇൻറ്റു r കോൺ സ്ക്വയർ ഈക്വൽ ടു എന്ത് വന്നു? ഈ 1/3 ഇപ്പുറത്ത് വരുമ്പോൾ ഇൻറ്റു 3 ആവും അല്ലെ. 3 ഇൻറ്റു പൈ ഇൻറ്റു r² ഇൻറ്റു h ഹൈറ്റ് ഓഫ് സിലിണ്ടർ ബൈ ഈ ഹൈറ്റ് ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ അത് ഡിവിഷൻ ആവും അല്ലെ, ഹൈറ്റ് ഓഫ് കോൺ. ക്ലിയർ ആണോ? ഇങ്ങനല്ലേ നമുക്ക് കിട്ടുന്നത് πr² ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് വാല്യൂ എടുക്കാം. പൈയുടെ ഇക്വേഷൻ 22/7 ഇൻറ്റു 21 ഇൻറ്റു 21 ഇൻറ്റു 10. പിന്നെന്താ നമ്മുടെ ഈ 3 ഇൻറ്റു 3. ഹൈറ്റ് ഓഫ് കോൺ എത്രയാണ്? 21. ഓക്കെ, കട്ട് ചെയ്ത് സോൾവ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ സോൾവ് ചെയ്ത് ഒരു 21 ഞാൻ കട്ട് ചെയ്തു, ഒരു 7 21 കട്ട് ചെയ്തു, 3 അല്ലെ. സോ ബാക്കി എന്താ ഉണ്ട്? 22 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 10, അതായത് 3 ഇൻറ്റു 3 9, 9 ഇൻറ്റു 0 90. ഓക്കെ, 9 ഇൻറ്റു 10 90. ഓക്കെ, 18 19 1980
സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയ അല്ലേ, ബേസ് ഏരിയ ആണ് 1980 സെന്റിമീറ്റർ സ്ക്വയർ. ഓപ്ഷൻ എ. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the value of 1 minus 1 by 2 into 1 minus 1 by 3 into 1 minus 1 by 4 etc. up to 1 minus 1 by 2? അല്ലേ, ഇവിടെ തന്നെ 1 minus 1 by 5, 1 minus 1 by 6, അങ്ങനെ പോയി 1 minus 1 by 19 അങ്ങനെ വരും അല്ലേ. ഈ 1 minus 1 by 2 എന്ന് പറഞ്ഞാൽ നമ്മൾ സോൾവ് ചെയ്തേ എന്ത് വരും? 1 by 2 അല്ലേ. അതായത് 2 minus 1 by 2, that is 1 by 2. 1 minus 1 by 3 എന്താ? 3 minus 1 by 3 എന്താ? 2 by 3. ക്ലിയർ അല്ലേ? ഇനി 1 minus 1 by 4 ചെയ്തേ 4 minus 1 by 4, that is 3 by 4. അങ്ങനെ പോകും അല്ലേ. ഇനി ഇവിടെ എന്താ? 1 minus 1 by 20 എന്ന് പറഞ്ഞാൽ 20 minus 1 by 20, that is 19 by 20. ക്ലിയർ ആണോ? അപ്പൊ നോക്കിയേ, E2 E2, E3 E3, E4 E4, അങ്ങനെ വെട്ടി ഇവിടെ ഇതും വെട്ടി അല്ലേ. ബാക്കി എന്തേ വരത്തുള്ളൂ? E1 ഉം E20 വരത്തുള്ളൂ. സോ ആൻസർ 1 by 20. ക്ലിയർ ആണോ? Next question. What is the value of x if 9 raised to x plus 3 raised to x minus 90 equal to 0? അല്ലേ, 9 raised to x plus 3 raised to x equal to 90 എന്ന് എഴുതാം. ഇനി ഇതിവിടെ സിംപ്ലിഫൈ ചെയ്യാനുള്ള, ഇതിവിടെ പ്ലസ് അല്ലേ, നമുക്ക് ഇവർ തമ്മിൽ ഇങ്ങനെ ഇൻറ്റു ആണെങ്കിലൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഇവരെന്ത് ചെയ്യാം? ഈ ഓപ്ഷൻസ് ഇട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഓപ്ഷൻ 3 ഇട്ട് നോക്കുക, അതുപോലെ തന്നെ 6, അത് ചെറുതുകൾ ആദ്യം ഇട്ട് നോക്കിയിട്ട് 6 ഇട്ടാലും മതി. അല്ലെങ്കിൽ നമുക്ക് ഈ 9 raised to 3 എന്ന് പറയുമ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ മതി. ഓക്കെ, ഇതിന്റെ ഓപ്ഷൻ 2 ഇടുമ്പോഴായിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത്. അതായത് 9 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. 9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81, 81 പ്ലസ് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. ഓക്കെ, ആൻസർ എന്ത് വരും? 19 വരും അല്ലേ. അപ്പൊ ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ഡി 2 ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻസ് ഇട്ട് നോക്കിയാൽ മതി അത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The difference between compound interest and simple interest on a certain sum of money at 10% per annum for 2 years is rupees 25. Find the sum. എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെയും സിമ്പിൾ ഇൻട്രസ്റ്റിനെയും ഡിഫറൻസ് തന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പഠിക്കുമ്പോൾ പഠിക്കേണ്ടതാണ്. നോക്കിയേ, എന്താ ഡിഫറൻസ്? അതായത് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ സെയിം ഇയറിന്റെ, ഒന്നീ 2 വർഷത്തിൻ്റെത് അല്ലെങ്കിൽ 3 വർഷത്തിന്റെ, അതായത് രണ്ടും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും 2 വർഷത്തിൻ്റെത് സിമ്പിൾ ഇൻട്രസ്റ്റും 2 വർഷം തമ്മിലുള്ള ഡിഫറൻസ് നമുക്കറിയാമെങ്കിൽ എന്താ സം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻറ്റു 100 സ്ക്വയർ ബൈ ആർ സ്ക്വയർ ആണ്. എന്താ ഇത്? 2 വർഷത്തതിന്റെ ഇക്വേഷൻ ആണ്. ക്ലിയർ ആണോ? സം ഈക്വൽ ടു ഡിഫറൻസ് ഇൻറ്റു 100 സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഇത് 2 വർഷത്തിന്റെ ഇക്വേഷൻ ആണ്. ഇതേപോലെ 3 വർഷത്തിന്റെയും പഠിച്ചു വെച്ചേക്കുക. ഇപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്ന 2 വർഷത്തിന്റെ കേട്ടോ. ഇവിടെ ഈ 3 വർഷത്തിന്റെയും കൂടെ പഠിച്ചു വെച്ചേക്കുക. സം ഈക്വൽ ടു ഡിഫറൻസ്, അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ്, അതാണ് ഞാൻ ഈ ഡിഫറൻസ് എന്നുള്ള രീതിയിൽ എഴുതിയേക്കുന്നത്, ഇൻറ്റു 100 ക്യൂബ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു 300 പ്ലസ് 6. ഇത് 3 വർഷത്തിന്റെ ഇക്വേഷൻ ആണ്. ഇത് രണ്ടും പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എഴുതുന്ന ചെയ്യാം. ഇത് 2 വർഷത്തേക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ എടുക്കുക. ഓക്കെ, ദാറ്റ് ഈസ് പി ഈക്വൽ ടു ഡിഫറൻസ് എത്രയാണ്? 25. 25 ഇൻറ്റു 100 സ്ക്വയർ, ദാറ്റ് ഈസ് 100 ഇൻറ്റു 100 ബൈ എത്രയാണ്? ആർ സ്ക്വയർ. ആർ എത്ര? 10 അല്ലെ. 10 ഇൻറ്റു 10 കട്ട് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് 2500. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കാം. 2 വർഷത്തിന്റെ ഇക്വേഷനും അതേപോലെ തന്നെ 3 വർഷത്തിന്റെ ഇക്വേഷനും പഠിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 60 minus 10 means 600. 12 divided by 4 means 16. 6 into 3 means 3. 10 plus 2 means 5. Then what is 100 minus 10 into 1000 divided by 1000 plus 100 into 10? ഇപ്പൊ എന്താ? ഒരു കോഡിങ് പോലാണ്. നോക്കിയേ, 60 മൈനസ് 10 600 ആയിട്ടുണ്ട്. അപ്പൊ അതായത് ഈ മൈനസ് എന്ന് ഇവിടെ കൊടുത്തേക്കുന്നതിന് പകരം അവർ വേറൊരു ഓപ്പറേഷൻ ചെയ്തു. അതെന്താന്ന് കണ്ടുപിടിക്കുക. അപ്പൊ മൈനസിന് പകരം എന്താ ചെയ്തേക്കുന്നത്? 60 മൈനസ് 10 600 കഴിഞ്ഞാൽ ഇൻറ്റു ആണ് ചെയ്തേക്കുന്നത് അല്ലെ. ഇനി 12 ഡിവൈഡ് ബൈ 4 ചെയ്താൽ എത്ര? 16 കിട്ടണം. എന്ന് വെച്ചാൽ എന്താ? പ്ലസ് ആ ചെയ്തേക്കുന്നത് അല്ലെ. ഡിവിഷൻ എന്നുള്ള സൈൻ ഇട്ടെടുത്ത് നമ്മൾ പ്ലസ് ആണ് ചെയ്യുന്നത്. 6 into 3 means 3 എന്ന് പറയുമ്പോൾ എന്താ? 6 minus 3 അല്ലേ 3. അപ്പൊ ഇൻറ്റു എന്ന് കാണുന്നിടത്ത് നമ്മൾ എന്താ? സബ്ട്രാക്ഷൻ ആണ് ചെയ്യേണ്ടത്. 10 plus 2 means 5 എന്ന് പറയുമ്പോൾ എന്താ? പ്ലസ് കാണുന്നിടത്ത്
ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. 10 ഡിവൈഡ് ബൈ 2 അല്ലേ 5. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഓപ്പറേഷൻ എന്താണെന്ന് അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ സൈൻ എല്ലാം കൺവേർട്ട് ചെയ്ത് എഴുതുക. 100 മൈനസിന് വരെ എന്ത് എഴുതണം, ഇൻറ്റു അല്ലേ, ഇൻറ്റു 10. ഇനി ഇൻറ്റുവിന് വരെ എന്ത് എഴുതണം, മൈനസ് എഴുതണം, മൈനസ് 1000. ഇനി ഡിവിഷന് വരെ എന്ത് എഴുതണം, പ്ലസ് എഴുതണം, പ്ലസ് 1000. ഇനി പ്ലസിന് വരെ എന്ത് എഴുതണം, ഡിവിഷൻ അല്ലേ, ഡിവൈഡ് ബൈ 100. ഇനി ഇൻറ്റുവിന് വരെ എന്താ എഴുതുന്നത്, മൈനസ് 10. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ബോത്ത് മാസ് വെച്ചിട്ട് ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ ചെയ്യുക അല്ലെ. അപ്പം ഡിവിഷൻ ചെയ്യുക, അതിനുശേഷം ഇവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം അല്ലെ. അപ്പൊ 1000 ഡിവൈഡ് ബൈ 100 എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു, 10 അല്ലെ. ഇനി ഈ അത് കഴിഞ്ഞിട്ട് ചെയ്യാവില്ല, 100 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 1000. ഓക്കെ, 1000 മൈനസ് 1000 പ്ലസ് 10 മൈനസ് 10 അല്ലെ, 0 പ്ലസ് 0. അല്ലെങ്കിൽ ആദ്യം അഡീഷൻ ചെയ്യുന്നത് ബോത്ത് മാസ് വെച്ചിട്ട് ഏതാ ഡിവിഷൻ ചെയ്യുക, ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ചെയ്യുക, ഓഫ് ഉണ്ടെങ്കിൽ ഓഫ് ചെയ്യുക, ഡിവിഷൻ ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, അഡീഷൻ ചെയ്യുക. അഡീഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടാണ് ആഡ് ചെയ്യേണ്ടത് ആദ്യം അല്ലെ. 1010 പിന്നെ ഈ മൈനസും ഇതും കൂടെ ആഡ് ചെയ്യുക, ദാറ്റ് ഈസ് മൈനസ് 1010, ദാറ്റ് ഈസ് 0. ക്ലിയർ അല്ലേ? ഓപ്ഷൻ ബി 0. എല്ലാ കേസിലും ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്താലും 1000 മൈനസ് 1000 0, അതുപോലെ ഇതും ചെയ്താൽ 0, എല്ലാ കേസിലും. പക്ഷെ ചില കേസിലൊക്കെ നമ്മൾ ഈ ഒരു ഇത് ആദ്യം അഡീഷൻ ചെയ്തിട്ട് സബ്ട്രാക്ഷൻ ചെയ്തില്ലെങ്കിൽ തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പം ആ ഒരു രീതി എപ്പോഴും ഫോളോ ചെയ്തോളുക. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരുന്നു അല്ലെ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ വന്നതും ഒക്കെ. ബാക്കി മിക്ക ക്വസ്റ്റ്യൻസും എളുപ്പമായിരുന്നു. അപ്പൊ ഇത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, കമന്റിലൂടെ ചോദിച്ചാൽ മതി. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.